ഹായ് സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല, ഇന്ന് പണിയേ ഇല്ല. കാരണം അതിശക്തമായ മഴയാണ്. അപ്പോൾ നമ്മൾ റൂമിൻ്റെ ഫ്രണ്ടിലോട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയാണ് കേട്ടോ. ഇതേ കൂടെ നമ്മുടെ നിതിനും വരുന്നുണ്ട്. ചുമ്മാ ഒരു ജസ്റ്റ് ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങിയതാണ്. ഇത് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇതാണ് കേട്ടോ കാഴ്ച. നല്ല അടിപൊളി മഴ തന്നെയാണ് ഇത്ര നേരവും പെയ്തത്. മഴ പെയ്യുക നിൽക്കുക, ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ട് വശം ആ കാണുന്നതാണ് നമ്മുടെ റൂം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ട് വശത്തുള്ള കാഴ്ച. ഇതിനകത്ത് ഫ്രണ്ടിലായിട്ട് നടന്നു പോകുന്നുണ്ട്. മഴയത്ത് ഇതുവഴി ഇങ്ങനെ നടക്കാൻ രസമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങിയത്. റൂമിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങി കുത്തിയിരിക്കാൻ തോന്നിയില്ല. പുറത്തോട്ടൊക്കെ ഒന്ന് പോയി ഈ സൗന്ദര്യമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്നാ ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. കുളം നിറഞ്ഞോ ഇല്ലയോ എന്നറിയില്ല. അതിശക്തമായ മഴ പെയ്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിറയാൻ സാധ്യതയുണ്ട് അല്ലേ. ഇവിടെ ഒരു കുളമുണ്ട്. കുളം എന്ന് പറയുന്ന സാധനം നമ്മുടെ ചെങ്കൽ വെട്ടിയ കുഴിയാണ് കേട്ടോ. അതിനാണ് ഇവന് കുളം എന്ന് പറയുന്നത്. ഞങ്ങൾ കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ ആവും, അപ്പോൾ കുളിക്കും. പക്ഷേ എങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മഴയൊന്നും പെയ്തില്ല. ഇങ്ങനെ മഴ പെയ്യുന്നതാണെങ്കിൽ വൈകാതെ തന്നെ അത് നിറഞ്ഞ് കവിഞ്ഞൊഴുകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കുളം ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ അല്ല, ചെങ്കല്ല് വെട്ടിയ കുഴി. അതിലിങ്ങനെ വെള്ളമൊന്നും കാര്യമില്ല, വെള്ളം കാരി വരുന്നേ ഉള്ളൂ. അതപ്പോൾ ഈ കാണുന്നതാണ് ഇവൻ പറഞ്ഞ ഈ കുളം. ഇത് മൊത്തം ഇപ്പോൾ ചളി വെള്ളമാണ്, കലങ്ങി കിടക്കുകയാണ്. കണ്ടോ, ഇത് മൊത്തം ഇനിയിപ്പോൾ മഴ പെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി ഇങ്ങനെ കവിഞ്ഞൊഴുകും. കവിഞ്ഞൊഴുകിക്കഴിഞ്ഞാൽ ഈ വെള്ളം മൊത്തം ഒരു നീല കളറായി മാറും. അപ്പോൾ ഇവിടുന്ന് കുളിക്കാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. അധികം വീടും കാര്യങ്ങളൊന്നും ഇല്ല. പ്ലാന്റിലൊരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡസ്റ്റൊക്കെ ഒലിച്ചു പോയി. അപ്പോൾ നമ്മൾ കട്ടൊക്കെ വെച്ച് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നടക്കാൻ ഇറങ്ങിയായിരുന്നു രാവിലെ. അപ്പോഴാണ് ഈ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചത്. അപ്പോൾ നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു. മൊത്തം നമ്മുടെ പ്ലാന്റൊക്കെ മഴ പെയ്ത് ചളിക്കുളമായിക്കൊണ്ടിരിക്കുകയാണ്. ചളിക്കുളമല്ല, മൊത്തം ഡസ്റ്റൊക്കെ ഒലിച്ചു പോയി തുടങ്ങി. നമ്മുടെ രണ്ട് പയ്യന്മാരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് കട്ട കാറ്റിക്കൊണ്ടിരിക്കുന്നത്. ടാസ്ക് പിടിച്ച പണിയാണ്. ടാസ്ക് ഒന്നും ഇല്ല, ഒരു വൈബ് പണിയാണ്. കട്ടയും ഇറക്കി സുഹൃത്തുക്കൾ. അപ്പോ കുറച്ച് പണി നമുക്കിന്ന് JCB-യിലുണ്ട്. ഫുള്ളായിട്ടൊന്നും ഇല്ല, നമ്മുടെ സാധനം ഒലിച്ചു പോയതാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ കട്ടൊക്കെ വെച്ച് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ നമ്മുടെ നീതിനുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പരിപാടി. ഈ കട്ടൊക്കെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് സെറ്റാക്കി വെക്കണം. അപ്പൊ കുറച്ചു നേരമുള്ള വർക്ക് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇന്ന് കാര്യമായ പണിയൊന്നും ഇല്ല. മൊത്തം മഴക്കാറാണ്. ഇപ്പൊ കുറച്ചു സമയം മഴ നിന്നിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ പരിപാടി ഇന്ന് ഇതാണ്. നമ്മൾ കട്ട ഇപ്പൊ റെഡിയാക്കി വെച്ചോണ്ടിരിക്കുകയാണ്. പണി തുടങ്ങാം. നമ്മൾ ഓരോ കട്ട ഇങ്ങനെ അട്ടിയായിട്ട് വെച്ച് വരികയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സാധനം മൊത്തം ഒലിച്ചു പോകും. ഓരോ കട്ട നമ്മളിങ്ങനെ കെട്ടി ഇങ്ങനെ ഒരു കെട്ടുപോലാക്കി ഇങ്ങനെ കൊണ്ടുപോകണം. എന്നാലേ നമ്മുടെ സാധനം നമുക്ക് കറക്റ്റ് ഇവിടെ ഒലിച്ചു പോവാതെ, മഴയത്ത് ഒലിച്ചു പോവാതെ സംരക്ഷിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ പരിപാടിയാണ്. നമ്മൾ വീണ്ടും കട്ട എടുത്തുകൊണ്ട് അവിടെ സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഇവിടെയുള്ള സാധനം കുറച്ചങ്ങോട്ട് മാറ്റി വെക്കണം കേട്ടോ.
ഇന്നത്തെ നമ്മുടെ ക്യാമറാമാൻ നിതിനാണ്. അപ്പൊ നിതിനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് വണ്ടി ഓപ്പറേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ സാധനമൊക്കെ കോരി മുകളിലിട്ടാണ് നമുക്ക് ഇവിടെ കട്ട വെക്കാൻ പറ്റുള്ളൂ. വലിയൊരു മഴ വരുന്നുണ്ട് കേട്ടോ അല്ലെ? അല്ല നല്ല പിടുത്തം വിട്ടാൻ സാധ്യതയുള്ളൊരു മഴ വരുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ഇതൊരു കോലാക്കി എടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ പരിപാടി മൊത്തം പൊട്ടും. കാരണം ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്കിവിടെ കട്ട വെച്ച് ശരിയാക്കണം. അതാണ് നമ്മുടെ പരിപാടി. നമ്മൾ ഒരു കട്ട വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കട്ട അതിന്റെ തൊട്ടടുത്തായിട്ട് കൊണ്ടുപോയി വെക്കണം. അതിന്റെ പരിപാടിയാണ്. ഇനിയിപ്പോ നമ്മള് കട്ട എടുക്കാൻ വേണ്ടി ഇത് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് കട്ട എടുക്കാണ് കേട്ടോ. ഓരോ കട്ടയിൽ ഇങ്ങനെ വലിച്ച് സൈഡിലോട്ട് മാറ്റിയിടണം. അതായത് നമുക്ക് ബക്കറ്റിൽ കറക്റ്റ് കോരി എടുക്കാൻ പറ്റുള്ളൂ. JCB ഉപയോഗിച്ച് ഇങ്ങനെയാണ് കട്ട എടുക്കേണ്ടത്. നേരെ നമ്മള് സൈഡിലുള്ള വലിച്ചു കഴിഞ്ഞാല് കട്ട ബക്കറ്റിൽ കയറില്ല. എല്ലാത്തിനും ഇങ്ങനെ തള്ളിയിട്ട് ഇങ്ങനെ കോരി എടുക്കണം. അപ്പൊ നമ്മളെ കട്ട എടുത്ത് ഇനിയിപ്പോ സൈഡിലായിട്ട് കൊണ്ടുപോയി വെക്കണം. അപ്പൊ നേരെ കട്ട വെക്കാനുള്ളവരുടെയാണ്. അവിടെ കട്ട വെക്കാനുള്ള ഏരിയ ഒക്കെ നമ്മുടെ പയ്യമാറ് ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ പരിപാടി. കട്ട ഇങ്ങനെ വെച്ചാൽ ശരിയായില്ല കേട്ടോ. ഇങ്ങനെ കറക്കി വെക്കണം. എന്നാലാണ് പരിപാടി റെഡിയായിട്ടുള്ളൂ. ഓക്കെ, അത് മാത്രം ഉള്ളിലാക്കണ്ടിന്റെ സൈഡിൽ വെച്ച്. അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം പതിയെ മറച്ചിടണം. നമ്മുടെ ലേശോടി സൈഡിലോട്ടാക്കണം കേട്ടോ. നമ്മൾ ഇപ്പുറത്തെ കട്ടൊക്കെ തട്ടുന്നുണ്ട്. ഇനി ഇതിങ്ങനെ മറച്ചിടണം. കുടുങ്ങി കുടുങ്ങി ഇവിടെ പിടിക്കും. നമ്മുടെ കട്ടേന്റെ ഉള്ളിലോട്ട് പയ്യമാരെ കൊണ്ട് ഇപ്പോ നമ്മുടെ എംസാൻഡ് വെച്ച് കയറ്റുകയാണ്. എന്നാലേ കട്ട കറക്റ്റ് ലെവലിൽ നിൽക്കുള്ളൂ. പതിയെ അങ്ങോട്ട് നീക്കി വെക്കാം. സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും അടുത്ത കട്ട എടുക്കണം. അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ പരിപാടി. നമുക്ക് അധികം
സൈറ്റൊക്കെ ലീവാണ്. കാരണം നല്ല ഹെവി ആയിട്ടുള്ള മഴയാണ് ഇപ്പൊ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൈറ്റുകളിലും മിക്കവാറും വെള്ളക്കെട്ടും കാര്യങ്ങളായിട്ടുള്ള അവസ്ഥയായിരിക്കും. വർക്കൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും അവസ്ഥ ഇതാണ്. അപ്പൊ ഇന്ന് മൊത്തം നമ്മുടെ പ്ലാന്റിൽ തന്നെയാണ് കേട്ടോ നമുക്ക് പണി. അപ്പൊ ഇതാ ഇവിടെ ഒരു കേബിൾ നമ്മൾ കുഴിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ പടന്ന് ഉപയോഗിച്ചിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ JCBയുടെ ബക്കറ്റ് തട്ടി കേബിൾ പൊട്ടിപ്പോവും. ഇവിടെയൊക്കെ ഫാബ്രിക്കേഷന്റെ പരിപാടികൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം മഴയൊന്നുമില്ല, പക്ഷെങ്കിൽ ചെറുങ്ങനെ ചിണുങ്ങി മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇവിടെയുള്ള വർക്ക് കഴിഞ്ഞു. നമ്മളിവിടെ കുഴിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ സാവധാനം കേബിളൊക്കെ കണ്ടുപിടിച്ചോളും. അപ്പൊ നമുക്ക് നേരത്തെ എടുത്ത പണി തന്നെ എടുക്കാനുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, ഇവിടെ പിടുത്തം വിട്ട കാറ്റും മഴയാണ്. ഒന്നും പറയുന്നില്ല, ഹെവി ആയിട്ടുള്ള കാറ്റും മഴയാണ് ഇവിടെ ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടി വരുന്നതോടൊപ്പം തന്നെ മുകളിൽ നിന്ന് വെള്ളമൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇനി വേഗം പെട്ടെന്ന് പരിപാടി നോക്കണം, ഇല്ലെങ്കിൽ എല്ലാം കോളാവും. സുഹൃത്തുക്കളെ, നമ്മുടെ പണിയൊക്കെ ഇന്നത്തെ കഴിഞ്ഞു. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. കാരണം നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതേ കൂടെ നമ്മുടെ ഇതിനുമുണ്ട്. ഞാൻ നമ്മുടെ മുന്നിലുള്ള സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ഇതേ നല്ല കിടിലൻ പോലത്തെ ഒരു സ്പോട്ട് കണ്ടോ. ഇവിടെ ഒന്നും ആ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ആ വീട് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ സ്റ്റീൽ ഫാക്ടറിയാണ്. നല്ലൊരു ഊട്ടി വൈബിളുള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ. നല്ല മഴക്കോളും ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് ഇങ്ങനെ പോവാണ്. വെറുതെ ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. താഴേക്ക് വെറും കാടാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഇതേ കഷ്ടപ്പെട്ട് കാട്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. കുറച്ച് ടാസ്ക് സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ നടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ താഴെയായിട്ട് വലിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. എന്താ മോനെ ഊരുന്നുണ്ടല്ലേ നല്ലോണം. ഓ വള്ളിയൊക്കെ കുടുങ്ങി. സീനാണ്. ഞങ്ങൾ ഇറങ്ങി വന്ന വഴി ഇതേ ഈ കാണുന്നതാണ്. മഴ പെയ്തു എന്ന് തോന്നുന്നു. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഓയടാ ഊരിപ്പോയി. ഇതേ ഈ വെള്ളച്ചാട്ടം കാണാനുള്ള പോക്കാണ്. പിന്നെ എങ്ങനെ ഇറങ്ങുക? ഓ മൈ ഗോഡ്. അപ്പൊ ഇതാ നമ്മുടെ കാട്ടിനുള്ളിലെ നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം. മൊത്തം കാടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളച്ചാട്ടം. എങ്ങനെയുണ്ട്? അടിപൊളി ഒരു വൈബല്ലേ. നമ്മൾ കാട്ടിനുള്ളിലെ വെള്ളച്ചാട്ടത്തിലാണുള്ളത്. മൊത്തം കാടാണ് കേട്ടോ. ചുറ്റും കാടാണ്. ഇത് നോക്കി. അതുപോലെ നമ്മുടെ നിതിനിത് ഇവിടെ ഉണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കി.
കയറി ഇതേ പുറത്തോട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം ഇരുട്ടായി തുടങ്ങി. വെളിച്ചം കണ്ടു കേട്ടോ അവസാനം. ഇതാണ് പുറമേയുള്ള കാഴ്ച. തളർന്നു. പുറമേ അടിപൊളിയാണ്. ഞങ്ങളിത് ഈ കാട്ടിനുള്ളിലാണ് ഇറങ്ങിപ്പോയത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ ദൂരെ നല്ല കോട മഞ്ഞൊക്കെ പോകുന്ന കാണാം. നമ്മുടെ നിതിന് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്ന് കടന്നതേ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുന്നതാണെങ്കിൽ ഇവിടെ നിന്നും അതിമനോഹരമായ കാഴ്ചയാണിതേ. കണ്ടോ, നല്ല കിഡിലന്നെ ഒരു വൈബാണ് ഇവിടെ. മൊത്തം പച്ചപ്പ്, ചെറിയ മഴ, അതുപോലെ തന്നെ ചെറിയ തണുത്ത കാറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ ഞങ്ങളിതേ റൂമിലോട്ട് നടക്കുകയാണ്.